അസ്സലാമലൈക്കും. ഇന്നത്തെ അത്താഴത്തിന് ചോറും പരിപ്പ് കറിയും മീൻ പൊരിച്ചതാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ആയപ്പം എനിക്ക് കുറച്ച് പയറും ചീരയും പാലക്കൊക്കെ പറിക്കാനുണ്ടായിരുന്നു. അധികമൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ച് ഇസുവിന് ഇതുണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ ഇസുവിന് ഉച്ചക്കത്തേക്ക് ചീരുപ്പേരിയും ഈ പാലക്ക് പനീറും വെച്ചിട്ട് ഒരു ചുട്ടെടുത്ത മാതിരി ആക്കിയിട്ട് ഉണ്ടാക്കി. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ക്യാരറ്റ് ബോളയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്യാരറ്റ് ബോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനൊരു റെസിപ്പി നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. അതിൽ പറഞ്ഞ പോലെ വേവിച്ച ക്യാരറ്റിലോട്ട് എഗ്ഗും കാർഡമമും പിന്നെ പഞ്ചസാരയും ആഡ് ചെയ്ത് പിന്നെ മിൽക്ക് പൗഡർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ മിൽക്ക് ആഡ് ചെയ്ത് എന്നിട്ട് അത് മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുത്തു. പുരയിലും വച്ച് ഇറാനി പോളയും കായ്പോളയൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു പോള ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഈ പാനിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ചിട്ട് ഇതൊന്ന് ഹീറ്റ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിലോട്ട് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത ക്യാരറ്റിൻ്റെ ബാറ്റർ ആഡ് ചെയ്ത് കൊടുത്തത്. അത്യാവശ്യം ഭയങ്കര ലൂസായിട്ടുള്ള ബാറ്ററായിരുന്നു. അത് ഞാൻ ഒഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു ഏരിയയിൽ മാത്രം അത് ഭയങ്കര വാട്ടറായിട്ട് തോന്നുന്നില്ലേ. ഇത് ഭയങ്കര കൺസിസ്റ്റൻസി തീരെ തിക്കല്ല. ഞാൻ എന്നിട്ട് ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിനെ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് അത് ഒരു പാന് വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ പാത്രം വെച്ചിട്ട് അത് വേവിച്ചത്. ഇത് കണ്ടില്ല ഇങ്ങനെ ആയത്. ഇത് കറക്റ്റ് ആയിട്ടില്ല കേട്ടോ. ക്യാരറ്റ് ബോൾ അത്ര സക്സസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു കടിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനൊരു ബ്രെഡ് ബേസായി വരുന്ന ഒരു പിസ്സ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ബ്രെഡിൻ്റെ സ്ലൈസുകൾ നല്ലോണം ക്രംസ് ആക്കി എടുക്കുക. എന്നിട്ട് അതിലോട്ട് 2 മുട്ട ആഡ് ചെയ്തിട്ട് കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി ലൂസാണെങ്കിൽ ഒരു ബ്രെഡ് സ്ലൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി തിക്കാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബേസ് ഒന്ന് പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം. ഇത് ഞാൻ തന്നെ ഇതാക്കിയതാണ്. ടൊമാറ്റോ സോസിൽ ചില്ലി ഫ്ലേക്സും മയണൈസും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അപ്പോഴേക്ക് കണ്ടില്ലേ ഇത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് ഈ ഒരു ബേസിനെ കുത്തി കൊടുക്കണം. പക്ഷെ ഞാൻ അതിന് മുന്നേ ഈ സോസ് ഒഴിച്ചു പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുത്തി കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് കുത്തി കൊടുത്തിട്ട് വേണം സോസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് കഴിഞ്ഞ് അതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് ഞാൻ ക്യാപ്സിക്കം തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മസാല ചീസ് താഴെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് നല്ല പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനും അതിൻ്റെ മുകളിൽ പിന്നെയും മസാല ചീസ് ആഡ് ചെയ്തിട്ട് ഇതിനെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണിത് പാന് താഴെ വെച്ച് നല്ല കട്ടി ബേസുള്ള പാന് വെച്ച് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് വേവിച്ചെടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കുക്കുംബർ മിൻറ്റിൻ്റെ ലൈമാണ് ഉണ്ടാക്കിയത്. കുക്കുംബർ നല്ല മുറിച്ചിട്ട് അതിലോട്ട് ലൈമ് പിഴിഞ്ഞ് മിൻറ്റിട്ട് അതൊന്ന് ജസ്റ്റ് അടിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് വേണ്ടത്ര വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കുക. ആ ലൈമ് റെഡിയായി. ഇന്നത്തെ നോമ്പ് ഭയങ്കര ക്ഷീണമായിരുന്നു. വെള്ളത്തിനായിരുന്നു കേട്ടോ ദാഹം ഉണ്ടായിന്. അപ്പം വെള്ളങ്ങളൊക്കെ പ്രിപ്പയറായി. നോമ്പുകാർക്ക് കട്ട് ഫ്രൂട്ട്സ് ആണ് ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചു. പിന്നെ അതിന് ജ്യൂസുകൾ കുടിച്ച് പിന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് സാധാരണ നമ്മൾ ഈ ബേസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പാളിച്ച വരൂലേ. പക്ഷെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. ഭയങ്കര ഈസി ആയിട്ടും ഉണ്ടാക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നത് പുട്ടും കടലക്കറിയാനും ഉമ്മച്ചിയാനും ഉണ്ടാക്കിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് തന്നെ കഴിച്ചപ്പം പള്ള ഫുള്ളായി. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, മഞ്ഞച്ചോറ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ നോമ്പൊക്കെ നല്ല റാഹത്തായി. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നാളത്തെ വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.